കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവരാജ്യം എന്താണ്, എന്തല്ല എന്നുള്ളത് നമുക്ക് ആദ്യമായി ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തല്ല എന്നുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് വാക്യം നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ഇന്ന് രാത്രി നമുക്കൊന്നുകൂടെ ആ കാര്യം ചിന്തിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. ദൈവരാജ്യം ഒരു ശക്തിയുടെ പ്രദർശനമാണ്. ഈ ശക്തിയുടെ പ്രദർശനം കണ്ട് യേശുവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടും എന്നുള്ളതാണ്. ദൈവരാജ്യത്തിന് മുമ്പുള്ള ശുശ്രൂഷ അത് വെറും പ്രസംഗങ്ങൾ മാത്രമായിരുന്നു, പഠിപ്പീരുകൾ മാത്രമായിരുന്നു. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ വന്നപ്പോൾ തിരുവചനം പറയുന്നുണ്ട്, 4:20 പറയുന്നത്, അതിനകത്ത് ശക്തിയുടെ പ്രദർശനമില്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഇല്ല. ഇപ്പൊ ഒന്നുകൂടെ വായിക്കാം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. വചനത്തിലല്ല എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതും നമ്മൾ ആശ്രയിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും എല്ലാം വചനത്തിൻ്റെ ശക്തിയില്ല. വചനം യേശുവാണ്. വചനമില്ലാതെ സഭയില്ല. വചനമില്ലാതെ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. നമ്മൾ ജീവിക്കുന്നത് തന്നെ യഹോവയുടെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. എന്നാൽ അത് വെറും ഒരു കാഴ്ചപ്പാടിലോ അല്ലെങ്കിൽ വേറൊരു പ്രദർശനത്താലോ അല്ലെങ്കിൽ പ്രസംഗം കൊണ്ടോ അവസാനിക്കുന്നതല്ല. അതിൻ്റെ അകത്ത് ശക്തിയുടെ ഇല്യൂമിനേഷൻ, ആ പ്രകാശത്തിൻ്റെ ശക്തി പകരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ശൂറവാണെന്ന അതിൻ്റെ അർത്ഥം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 12-13 വേദഭാഗങ്ങൾ ഒന്ന് വായിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 3:12-13. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്നതുപോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരുന്ന പുരുഷൻ, മുടന്തനായ മനുഷ്യനെ, ഏകദേശം എനിക്ക് 40 വയസ്സ് പ്രായമുണ്ട്, ആ മനുഷ്യനെ സൗഖ്യമാക്കി. അപ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം, ആ ദേവാലയ വാതിക്കൽ മുടന്തനായിട്ട് ഈ മനുഷ്യൻ ഇരിക്കാൻ തുടങ്ങി വർഷങ്ങളായി. ആ ദേവാലയത്തിൽ പരീശന്മാരും ശാസ്ത്രിമാരും സാധുക്യരും എല്ലാം വന്നു കയറി പ്രസംഗിച്ചിട്ട് പോകും, ശുശ്രൂഷിച്ചിട്ട് പോകും. ഇങ്ങനെ വർഷങ്ങളായി ആ ദേവാലയത്തിൽ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും താൻ ദൈവശക്തി പ്രാപിച്ചു കഴിഞ്ഞ്, ആത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞ്, ദൈവരാജ്യത്തിൽ ദൈവം കൊടുത്ത ആ രാജ്യത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് ശേഷം താൻ അവിടെ ചെല്ലുമ്പോൾ ഈ മുടന്തനായ മനുഷ്യനെ കണ്ട്, ഹല്ലേലൂയ, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതുവരെ പത്രോസും യോഹന്നാനും പോലും ആ ശുശ്രൂഷ അവിടെ ചെയ്തിട്ടില്ല. അവർ ദേവാലയത്തിൽ പോവുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പരീശന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്. ശാസ്ത്രിമാർ വേദ പണ്ഡിതന്മാരാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല അറിവുള്ളവരാണ്. അവർ പ്രസംഗം കൊണ്ട് സുന്ദരമായി വചനം പ്രസംഗിക്കുവാൻ കഴിവുള്ളവരാണ്. എന്നാൽ ആ പ്രസംഗങ്ങൾ ഇങ്ങനെ വർഷങ്ങളായി നടന്നുപോഴും അവിടെ ഒരു ഹീലിംഗ് മിനിസ്ട്രി അല്ലെങ്കിൽ ദൈവശക്തി എന്തെന്ന് വെളിപ്പെട്ടില്ല. അതിനാണ് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം അതുവരെ വചനത്തിൽ നടന്നുകൊണ്ടിരുന്നു എങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്ന ശേഷം വചനത്തിലല്ല, വചനത്തിനകത്ത് വെളിപ്പെടുന്ന ശക്തിയാണ് ശുശ്രൂഷ. അതാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുവരെയും
ഇങ്ങനൊരു അത്ഭുതം നടന്നിട്ടില്ല. അവർ പണ്ഡിതന്മാർ എല്ലാ ആഴ്ചയിലും വന്ന് പ്രസംഗിക്കുകയും എല്ലാ ആഴ്ചയിലും ശുശ്രൂഷിക്കുകയും ആൾക്കാർ കടന്നു വന്ന് നല്ല പ്രസംഗങ്ങൾ കേട്ട് ആ ശുശ്രൂഷകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് മടങ്ങിപ്പോകുന്നു. നല്ല ജനക്കൂട്ടം അവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ജനക്കൂട്ടമുണ്ട്, പരീശന്മാരുടെ നല്ല പ്രസംഗമാണ്, മറ്റ് ശുശ്രൂഷകൾ നന്നായിട്ട് പോകുന്നു. ഇതിൻ്റെ അപ്പുറത്ത് എന്താ വേണ്ടിയത്? അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി അവിടെ നടന്നു. ഇനി വായിച്ച വാക്യം ഒന്ന് 12:13. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്നതുപോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നു. സ്വന്തം ശക്തി കൊണ്ടും ഭക്തി കൊണ്ടും ശുശ്രൂഷിച്ച കാലയളവും മാറിപ്പോയി. സ്വന്തം കഴിവിനകത്തും സ്വന്തം ഭക്തി കൊണ്ടും പഠിച്ചതായ പാണ്ഡിത്യം കൊണ്ടും ശുശ്രൂഷിച്ച കാലയളവ് മാറിപ്പോയി. ഇത് ഞങ്ങളുടെ ശക്തിയാലല്ല. ഇത് ഞങ്ങളുടെ ശക്തിയാൽ ഞങ്ങൾ പഠിച്ച ജ്ഞാനത്തിനകത്തൊന്നും ഞങ്ങൾ പ്രസംഗിക്കാൻ പറ്റും, നല്ല ക്ലാസ് എടുക്കാൻ പറ്റും. പക്ഷെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചിരിക്കണം. ഇന്ന് നമ്മൾ ആ പഴയ നിയമകാലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല ജനക്കൂട്ടം, നല്ല ഒന്നാം സുന്ദരമെന്ന ദേവാലയ ഗോപുരം. ദേവാലയത്തിന്റെ പേര് തന്നെ എന്തുവാ? സുന്ദരമെന്ന. അവിടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരം. അവിടെ അതിൻ്റെ അകത്തൊന്ന് കയറി കിട്ടുന്ന എന്ത് സന്തോഷമാണ്, എന്ത് സുന്ദരമെന്നറിയാം. ഞങ്ങളുടെ ബിൽഡിങ് നല്ല ബിൽഡിങ്, നല്ല സുന്ദരമാണ്. പക്ഷെങ്കിൽ മുടന്തൻ അവിടെ വർഷങ്ങളായിട്ട് ഇരുന്നിട്ടും ദൈവശക്തി കണ്ടിട്ടേ ഇല്ല, വെളിപ്പെട്ടിട്ടില്ല. പാരമ്പര്യമായ ആരാധന ഇന്നും അനേക പെന്തക്കോസ്ത് ചർച്ചകളിൽ അത് മതി എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. കാരണം ദൈവശക്തി പ്രാപിക്കണമെങ്കിൽ രൂപാന്തരം ഉണ്ടാകണം, പ്രോപ്പർ ചാനലിൽ കൂടുള്ള രൂപാന്തരം ഉണ്ടാകണം, അല്ലെങ്കിൽ അത് ലഭിക്കുകയില്ല. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ഇതുവരെ കണ്ട ആ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു, പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതല്ല, അന്ന് വരെ വെളിപ്പെടാത്ത ശക്തി അന്ന് വെളിപ്പെട്ടു. അതാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. എന്താണ് ഇവർ പറയാൻ കാരണം? കാരണം 40 ദിവസം യേശു ക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്തെന്ന് യേശുവിൻ്റെ അടുക്കൽ ഇരുന്ന് പഠിച്ചപ്പോൾ കിട്ടി. ഇന്ന് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് അനേകർക്ക് ഹല്ലേലൂയ അറിവില്ലാത്തതിന്റെ കാര്യം, അവർ ഇന്ന് വരെ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ശബ്ദം കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. അവർക്ക് പല ഡോക്ടറേറ്റ് കണ്ടേക്കാം, ഹയർ എഡ്യൂക്കേഷൻ കണ്ടേക്കാം, പലയിടത്ത് പോയി പഠിച്ചേക്കാം, വളരെ ജ്ഞാനം ലഭിച്ചേക്കാം, അനേക പുസ്തകങ്ങൾ വായിച്ചേക്കാം, നല്ലവൻ്റെയും ചീത്തവൻ്റെയും ദൈവമില്ലാത്തതിൻ്റെയും ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ എന്താണ് പത്രോസ് യോഹന്നാന്റെ പ്രത്യേകത? 40 ദിവസം യേശുവിനോട് കൂടെ നടന്ന് യേശുവിൻ്റെ വായിൽ നിന്ന് വചനം കേട്ടു. പുതിയ നിയമത്തിൽ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോഴും സഭയുടെ ശുശ്രൂഷകനാകുന്ന ദൂതനോട് പറയുന്നത്, നീ കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചതായ ആ പാണ്ഡിത്യം കൊണ്ടുള്ള പ്രസംഗമല്ല, പിന്നെന്താണ്? നീ കർത്താവിൻ്റെ കയ്യിൽ ഇരിക്കുന്ന വലങ്കേൽത്തിരിക്കുന്നവനാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന കേൾക്കുവാൻ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കണം. ഇനിതെല്ലാം പോയി സമുദായക്കാർ പോലും തോറ്റുപോകും പെന്തക്കോസ്തുകാരുടെ മുമ്പിൽ. പെന്തക്കോസ്തുകാരുടെ കല്യാണം കണ്ടാൽ മതി, പിന്നെ ഒരിക്കലും പെന്തക്കോസ്ത് ഒരുത്തിനും വരത്തില്ല. സാത്താൻ തന്നെ ലജ്ജിച്ചു പോകുമെന്ന് എനിക്ക് പേടിയാണ്. കാരണം ഞങ്ങളെ തോൽപ്പിക്കുന്നതാണോ നിങ്ങളും ചിലപ്പോൾ സാത്താൻ ചോദിച്ചേക്കും. കാരണം അത്ര സിറ്റുവേഷൻ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തും കൈയടിക്കുന്ന ശുശ്രൂഷമാരൊട്ടും കുറവല്ല. ദൈവം അവർക്ക് രൂപാന്തരം കൊടുക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ
അവർ ഹാലലി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവരിന്ന് പ്രാർത്ഥിച്ചു, മേടിച്ചു. ഹാലലിയ. അതിനെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു പറഞ്ഞത് ഒന്ന് വായിക്കണം. മർക്കോസ് 9:1. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് നിങ്ങൾ കാണുവോളം എന്ത് ചെയ്യത്തില്ല. മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട്. മരണം നിങ്ങൾ ടേസ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ ദൈവരാജ്യ ശക്തിയോടെ വരുന്നത് നിങ്ങൾ കാണുവോളം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശക്തിയോട് വരുന്നതിന് ഒരു അടയാളമാണ് കാണത്തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടെന്ന് യേശു അന്നേ പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പോസ്തലർ 2:33 പറയുന്നത്, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്ത് പകർന്നു തന്നു. പലരും ചോദിച്ചേക്കാം, ഇതെന്താ കാണാനാ, ഇതൊക്കെയാണോ ദൈവസേനയിൽ എന്തൊക്കെ ചോദിച്ചേക്കാം. എന്നാൽ കർത്താവ് പറഞ്ഞത് ദൈവരാജ്യ ശക്തിയോട് വരുന്നത് നിങ്ങൾ കാണും. എങ്ങനെ കാണും? ഇതൊരു ശക്തിയാ, നിന്റെ അക്ഷരിക കണ്ണുകൾക്ക് കാണാനൊക്കത്തില്ല. എന്നാൽ ജനങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ജനങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്നാ യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് അപ്പോസ്തലർക്ക് തന്നെ തിരിച്ചു വരാം. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുകയാണ്. ഇതുവരെ ഇവിടെ ഉള്ള ശക്തി ഉള്ള പ്രസംഗങ്ങള് എല്ലാം നടന്നു, പക്ഷെ ഇതുപോലൊരു ശക്തി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പത്രോസ് പറയുന്നത്, ഞങ്ങളുടെ ശക്തി അല്ല ഇത്, ഞങ്ങൾ മർക്കോസിന്റെ മാളികോറിയിരുന്ന് പ്രാപിച്ചെടുത്ത ദൈവത്തിന്റെ ശക്തിയാണ്. ഇതുവരെ സുന്ദരമെന്ന ദേവാലയ ഗോപുരപാലിക്കൽ നടക്കാത്തത് നടന്നുകൊണ്ട് വന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് ഇറങ്ങി 3-ാം അധ്യായത്തിൽ കയറിയപ്പോൾ വ്യാപരിക്കാൻ തുടങ്ങി. അന്ന് തുടങ്ങിയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി നോക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? അവർ എൻ്റെ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ എന്ന് അവസാനിച്ചു എന്ന് നമുക്കറിയത്തില്ല. 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് അന്ന് തുടങ്ങിയതേ ഉള്ളൂ. ചിലര് പറയും നിന്നുപോയെന്ന്. അവർക്ക് നിന്നുപോയി, പക്ഷെ ഇന്നും ഞങ്ങൾക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒന്ന് കൊടുത്താൽ, ഞാൻ അല്ല പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്, ഈ വേദപുസ്തകം വന്നപ്പോൾ മാറിപ്പോയി നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ എക്സ്പയർ ആയി പോയെന്നാണോ നിങ്ങൾ പറയുന്നത്? എക്സ്പയർ ആയിപ്പോയ ഒരു മെഡിസിൻ ആണോ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് സജസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമല്ല. നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും. ആ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് നിന്നു പോയെന്ന് പറയുന്നത് എന്തോ ഐഡിയോളജിയാണെന്ന് എനിക്കറിയാം. നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇതുപോലെ മണ്ടത്തരങ്ങൾ പറയത്തില്ല. പാണ്ഡിത്യം വല്ല പുസ്തകം പഠിച്ചുള്ള പാണ്ഡിത്യമല്ല, ദൈവസ്ഥനിലെ പാണ്ഡിത്യമാണ് ഏറ്റവും വലുത് എന്ന് ഞാൻ പറയട്ടെ. ബാക്കി ഞാൻ സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഇതിനെ ഇളക്കുന്നത്. അടുത്തത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഇതുവരെ നടക്കാത്ത ശുശ്രൂഷ കൊണ്ട് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നടന്നപ്പോൾ അവിടെ ഒരു കാര്യം നടന്നു. യേശുവിനെ മഹത്വപ്പെടുത്തി. തന്റെ സ്വന്തം ജീവൻ കൊടുക്കുവാൻ അവസാന രക്തം വരെ ഊറ്റിക്കൊടുത്ത് മാനവീയായ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശു തമ്പുരാന്റെ രക്തം കൊണ്ട് വിടുതൽ പ്രാപിച്ച ജനം ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴും യേശുവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുത്തും സ്വർഗം.
വ്യക്തിപരമായ മഹത്വം അല്ല. മനുഷ്യനോട്, അവൻ്റെ സ്പിരിറ്റിനോട് ഡെവിൾ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന അനേക പോയിന്റുകളുണ്ട്. പ്രാക്ടിക്കൽ ഹോളി സ്പിരിറ്റ് ഇൻ പ്രാക്ടിക്കൽ ലൈഫ് എന്നൊരു കാര്യം പഠിച്ചാൽ ഒന്നാമത്തെ കാര്യം, സ്പിരിച്വലായിട്ടുള്ള നമ്മുടെ ഈഗോ കൊണ്ടുവരുവാൻ ശത്രു ഏതെങ്കിലും ഒരു അവസരം നമ്മൾ ഉപയോഗിക്കും. അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അതിനെ വിട്ടുകൊടുത്താൽ നമ്മൾ ആ താഴെ കീഴ്പോട്ട് പോകും, ഡിമോട്ട് ചെയ്യപ്പെടും. നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. നമ്മളാരും വിശുദ്ധരല്ല. ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. നമുക്കാർക്കും അത്യുന്നതമായ അറിവില്ല. നമ്മുടെ മനസാക്ഷിയോട്, നമ്മുടെ കോൺഷ്യൻസിനോട് ഹിൻഡ് ചെയ്യുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. ഏതെങ്കിലും പൂങ്കാവനത്തിൽ നോക്കൂ, എന്താണ് സാത്താൻ ചെയ്തത്? അത് കാണാൻ നല്ലത്, തിന്നാൻ നല്ലത്, അറിവ് ലഭിക്കാൻ നല്ലത് എന്നൊക്കെ അവിടെ ഉള്ളിൽ ഒരാശയമിട്ട് കൊടുത്തു. ആ ആശയത്തിൽ അവൾ കൈനീട്ടി, പാപം വന്നു. നിങ്ങളെന്നെ ശ്രദ്ധിക്കണം, ആശയം ദൈവം ഇട്ട് കൊടുത്തല്ല, അവളെ സംതിങ് ആക്കാമെന്ന് പിശാചൊരു ആലോചന കൊടുത്തു. ഇന്ന് ആത്മീയ ലോകങ്ങളിൽ, സഭകളിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മളെ സംതിങ് ആക്കാനും നമുക്കുള്ളവരെ സംതിങ് ആക്കാനും വരുന്ന ഒരു ടെൻഡൻസി വരുമ്പോൾ ഓർക്കണം, സാത്താൻ ആക്സസ് ആയി, പ്രവേശനമായി. ആത്മീയ കാര്യങ്ങൾ ഞാൻ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കാം. ഞാൻ എങ്ങും പോയി പഠിച്ചില്ല, എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചത് ഞാൻ എന്നെ പഠിപ്പിക്കാം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏതേം പൂങ്കാവനത്തിൽ പിശാച് വന്നത് നീ ദൈവത്തെ പോലാകും, നിന്നെ സംതിങ് ആക്കാം, സംതിങ് നിന്നെ ഒന്ന് ഉയർത്താം, നിന്നെ സംതിങ് ആക്കാം എന്നൊരു ചിന്താഗതി അവൾ വിട്ടുകൊടുത്തു. എന്നാൽ അവൾ ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, എന്നെ സംതിങ് ആക്കാൻ കഴിവുള്ളവൻ യേശു മാത്രമാണ്. സ്വർഗത്തെ വിട്ടിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് ഒറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ സാത്താൻ അവിടെ തൂക്കുമായിരുന്നു. ഇന്നും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളെ പിടിക്കും, എന്നെ പിടിക്കത്തില്ല, നിങ്ങൾ ആരും ചിന്തിക്കരുത്. എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ പരീക്ഷ ഉണ്ടാകും. പക്ഷെങ്കിൽ ആ പരീക്ഷയെ നമ്മൾ എന്ത് ചെയ്യണം? ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ചില ഐഡിയാസ് എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ കർത്താവിലേക്ക് വെളിപ്പാടൊക്കെ തന്നിരിക്കാൻ ഞാൻ കണ്ട് പിശാച് ഒന്നും ഇങ്ങനെ ഊതി കൊടുക്കുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ഈ വിഷയം ഞാനവിടെ മുഖത്ത് നോക്കി സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സാത്താനെ എന്നെ വിട്ട് പോകും. ഇവൻ പത്രോസിനെ പോലും പിടിക്കാൻ നോക്കി. പത്രോസിന് പറഞ്ഞു, യേശുവിനെ അവൻ മാറ്റിക്കൊണ്ടുപോയി പറഞ്ഞു, അങ്ങക്കിത് സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. പറഞ്ഞ പത്രോസ് വിളിച്ച്, യേശുവേ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ ആരും ഐഡിയയാ, സാത്താൻ്റെയാ. അതുകൊണ്ട് പത്രോസിനോട് ഞാൻ പറഞ്ഞു, പത്രോസ് എൻ്റെ ശിഷ്യ എന്നാണ് പറഞ്ഞത്. സാത്താന്, കാരണം അവൻ്റെ ഉള്ളിൽ ഐഡിയ കൊടുത്ത അവനോട് ആപ്പിച്ച് യേശു പറയുന്ന പോകാൻ ഇവനിൽ സാരമില്ല. നമ്മുടെ സ്പിരിച്വൽ ലൈൻ എങ്ങനെ കീപ്പപ്പ് ചെയ്തു പോകാം? സഭാ കാലയളവിൽ സഭയിൽ നമുക്കെങ്ങനെ വിശുദ്ധമായി പിടിച്ചു നിൽക്കാം? നമ്മൾ എങ്ങനെ സ്പിരിച്വലായിട്ട് സഭയിൽ കൊണ്ടുപോകാം? നമ്മുടെ സ്റ്റാൻഡ് എങ്ങനെ കീപ്പപ്പ് ചെയ്യാം? ഇതെല്ലാത്തിൻ്റെയും ഒരു തുടക്കം ഇതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കുക. പത്രോസിൽ കൂടി യേശുവിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. യേശുവിനോട് നേരിട്ട് പിശാച് നോക്കി. എന്നാ പറഞ്ഞു? അഗ്രത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ചാടിക്കളാൻ പറഞ്ഞു. നീ ദൈവത്തിനല്ലയോ, ചാടിക്കൂ.
ഇതുവരെ നടക്കാത്ത വലിയ കാര്യം നടക്കും. നോക്കൂ, 600,000 ജനത്തിന് 40 വർഷം മന്ന കൊടുത്ത യേശു തമ്പുരാനോട് പറയുകയാണ്, ഈ കല്ല് അപ്പമായി തരാൻ കൽപ്പിക്കാൻ. യേശുവിന് കല്ല് വേണം അപ്പമാക്കാൻ. പിശാചിൻ്റെ ഐഡിയ. എന്നാൽ യേശു അവിടെ എല്ലാം ജയിച്ചു. ഞാനൊരു ദിവസം നിങ്ങളോട് പ്രസംഗിച്ചത് നിങ്ങൾ ഓർക്കുമായിരിക്കും. ഏതേൻ തോട്ടത്തിൽ ക്രൈസ്തവോ ശത്രുവിൻ്റെ പ്രവേശനം കണ്ട് ജനത്തെ നശിപ്പിച്ചുവെങ്കിൽ മറ്റൊരു ഗതസമനാം തോട്ടത്തിൽ യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അതിൻ്റെ ബന്ധനങ്ങളെ തകർത്തു. അവനെ സർവായുധവർഗം വെപ്പിച്ചു. അന്ന് അവൻ സർവായുധവർഗം എടുത്തുവെങ്കിൽ യേശുവിൻ്റെ ഗതസമനാം തോട്ടത്തിലെ പ്രാർത്ഥന അവനെ സർവായുധം വർക്കിക്കുന്ന പ്രാർത്ഥന. നമുക്ക് വിഷയത്തിലേക്ക് വരിക. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല. അതുകൊണ്ടാണ് ഇതുവരെ സുന്ദര ദേവാലയ ഗോപുരത്തിൽ അവിടെ നല്ല പ്രസംഗങ്ങളുണ്ടായിരുന്നു. അവിടെ പാട്ടോ സംഗീതങ്ങളോ എല്ലാം ഉണ്ടായിരുന്നു. ബിൽഡിങ് മനോഹരം, സുന്ദരമെന്ന ദേവാലയ ഗോപുരം. ദേവാലയത്തിൻ്റെ പേര് തന്നെ സുന്ദരമെന്ന ദേവാലയമെന്ന. ജനക്കൂട്ടമോ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് എന്താ വേണം? പെന്തക്കോസ്തുകാർക്ക് ഇന്ന് ഹാളിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചർച്ച ഉണ്ടെങ്കിൽ സുന്ദര ദേവാലയ ഗോപുരമാണ്. പക്ഷെങ്കിൽ അന്ന് ചാടി മുടന്തൻ വെളിയിൽ. പക്ഷെ ദൈവശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അകത്ത് കയറി തുള്ളാൻ തുടങ്ങിയപ്പോൾ പുള്ളി എന്ത് ചെയ്തു? പുറത്താക്കി. ഇതിൻ്റെ അകത്ത് വേണ്ട. നോക്കൂ, ദൈവസന്നിൽ നമ്മൾ പ്രാപിക്കേണ്ട ദൈവകൃപ ആരും വിട്ടുകളയരുത് എന്ന് ഞാൻ അർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 4, 5, 11 വേദഭാഗങ്ങൾ നമുക്ക് ഓടിച്ച് വായിക്കാം. ഞാനത് ഒരു പ്രാവശ്യം ഹിൻഡ് ചെയ്തതാണ്. സൺഡേ ആണോ? സാറ്റർഡേ 5, 11. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. മതി. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനം അല്ല, പിന്നെ ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കണം. അവിടാണ് യേശു പറഞ്ഞത്, വചനത്തിലല്ല ശക്തിയിലത്രേ. നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് ആധാരമായിരിക്കണം? ഇന്നലെ വായിച്ചാട്ടെ. മനുഷ്യരുടെ ജ്ഞാനമല്ല, വലിയ പാണ്ഡിത്യവും വലിയ ഭജനവും പണ്ടതും 5, 6 ഡോക്ടറേറ്റും ഹാലേലിയ ഭയങ്കര പാണ്ഡിത്യം ഇതല്ല ഒരുത്തനെ ദൈവ പൈതലാക്കുന്നത്, അല്ലെങ്കിൽ ദൈവിക മർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ? അടുത്തത് ദൈവശക്തി. അതുകൊണ്ടാണ് പത്രോസ് ചോദിക്കുന്നത്, യോഹന്നാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല ഇത്, പിന്നെയോ ദൈവശക്തി വെളിപ്പെടുത്തുന്നു. വചനം പറയുന്നു, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. അപ്പൊ ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചുമ്മാതുള്ള, അല്ലെങ്കിൽ എന്തൊക്കെ പഠിച്ച് നല്ല പ്രസംഗം പ്രസംഗിച്ച്, നല്ല പ്രസംഗം, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, നല്ല സുന്ദരമെന്ന ദേവാലയമാണ്, ഒന്ന് നോക്കിപ്പോകും ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാരുമുണ്ട്. നിനക്ക് കൊള്ളാം, പക്ഷെ യേശുവിന് വേണ്ട. അത് യേശുവിന് വേണ്ടത് ഒരു ചെറിയ കൂട്ടമായാലും പരിശുദ്ധാത്മാവിൽ ആരാധിച്ചു, ദൈവശക്തി പ്രാപിച്ചു, ദൈവശക്തിയുടെ ശുശ്രൂഷ വെളിപ്പെടുത്തുന്നത് മതി യേശു. ഇനി ദൈവരാജ്യത്തിൽ നടക്കേണ്ടത് എന്ത്? അതിൻ്റെ 5, 13 വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു വെക്കണം. 13 വായിച്ചിട്ട്. അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, നമ്മൾ ഒരാളെ പ്രസംഗിക്കാൻ പഠിച്ചു പറഞ്ഞാൽ പുള്ളി പ്രസംഗം കേൾക്കാൻ പോകും. ഇന്ന് പ്രസംഗം കേൾക്കാൻ പോകണമെങ്കിൽ 10 വരെ പള്ളു പറയുന്ന പ്രസംഗം കണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ പോകും. ഒരു രസിക്കാം, ചിരിക്കാം. വചനവിരുദ്ധമായി പറയുകയോ പ്രവാചകന്മാരെയും പ്രവചനത്തെയും പള്ളു പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തൊരാൾക്കൂട്ടമെന്നറിയാമോ?
കാരണം ഡെവിള് പറയും പോയി കേൾക്കാൻ പറയും, പോയി കേൾക്കണം. അത് ഡെവിൾ ഒരിടത്ത് ചെയ്യും, ഡെവിൾ ആൾക്കാരെ പറയണം പോയി കേൾക്കണം. ഉള്ള വിശ്വാസം കൂടെ പോകും. എന്നോടൊരു വിശ്വാസം അവിടെ ഇതുപോലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, എൻ്റെ ഒരട്ടി പാർഷേ കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൂടെ പോയി കിട്ടി. കൺവെൻഷൻ കൊണ്ട് അങ്ങനെ കിട്ടിയ പ്രയോജനം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയൂ, ദൈവശക്തി പ്രാപിക്കൂ. മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, പരിശുദ്ധാത്മ ഉപദേശിക്കുന്ന വചനം. ആ വചനം പറയുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. ഇതത്രേ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. ദൈവരാജ്യത്തിൽ കടക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഓർക്കുമായിരിക്കും. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:8 നമ്മൾ പഠിക്കുമ്പോൾ മാനസാന്തര സ്നാനം ഉണ്ടാകണം, വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം ഉണ്ടാകണം, പരിശുദ്ധാത്മാവിനുള്ള സ്നാനം ഉണ്ടാകണം. KJV ഹല്ലേലൂയ. There are 3 that record hallelujah on earth, in earth. അവിടെ നമ്മൾ വായിക്കുമ്പോൾ റെക്കാർഡ് ഇൻ ഹെവൻ എന്ന് പറയുമ്പോൾ 7-ാം വാക്യത്തിലും ഹല്ലേലൂയ ഇൻ എർത്ത് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ മനുഷ്യനെ ദൈവസനയിൽ എത്തിക്കുന്നതിന് ഹല്ലേലൂയ മാനസാന്തര സ്നാനം വേണം, വിശ്വാസ സ്നാനം വേണം, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം വേണം. അതുകൊണ്ടാണ് നിക്കോദിമോസിനോട് യേശു പറഞ്ഞത്, നിക്കോദിമോസേ, നിന്റെ പാരമ്പര്യം കൊണ്ട് നീ ദൈവരാജ്യത്തിൽ പോകത്തില്ല. ദൈവരാജ്യ കണി കാണണമെങ്കിൽ ഒന്നാമത് മാനസാന്തരപ്പെടണം, രണ്ടാമത് കടക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. സ്വർഗത്തിൽ പോകുന്ന കാര്യമോ സ്വർഗരാജ്യത്തെക്കുറിച്ചല്ല, ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പറഞ്ഞതാണ്. ഞാനത് നിങ്ങളെ പ്രസംഗിച്ചതാണ്, ആ ഭാഗം വിടുന്നു. ദൈവരാജ്യത്തിൽ നടക്കേണ്ടത് എങ്ങനെ? ഇന്ന് രാത്രി അല്പകാര്യങ്ങൾ നമുക്ക് പറയാം. എഫേസ്യർ 2:20-22 വരെയുള്ള വേദഭാഗങ്ങൾ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. സഭയുടെ പണി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇന്ന് കുറച്ച് വേദപണ്ഡിതന്മാരുണ്ട് അടിസ്ഥാനം പൊളിച്ചു കളഞ്ഞു നടക്കുന്നുണ്ട്. അവരടിസ്ഥാനം പണ്ടേ പൊളിച്ചു കളഞ്ഞിരിക്കുക. സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലനും പ്രവാചകനും തന്നെയാണ്. മഹോദരകാലത്തിനൊടുവിൽ മാത്രമേ പ്രവചനം മുദ്രയിടുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു. ദാനിയേൽ 9-ാം ഞാനത് പറഞ്ഞതാണ്. 70 ആഴ്ചവട്ടം കഴിയാതെ പ്രവചനം മുദ്രയിടും, വെളിപ്പാടും പ്രവചനം മുദ്രയിടുകയില്ല. അങ്ങനെ മുദ്രയിട്ടെങ്കിൽ നിന്ന് പോയെങ്കിൽ ഹല്ലേലൂയ ദൈവം പിന്നെ ഹല്ലേലൂയ മോശയും ഏലിയാവിനെ അയക്കത്തില്ല. ദൈവയുടെ സഭയുടെ പണി അടിസ്ഥാനമുണ്ട്. ചിലർ പറഞ്ഞ അടിസ്ഥാനമാണെന്ന്. ഈ പറയുന്ന വീടിൽ ഇന്ന് അടിസ്ഥാനം ഏതെങ്കിലും വീടുണ്ടോ? അടിസ്ഥാനം ഇല്ലാത്ത വീടുണ്ടോ? അത് ഇളക്കി മറിച്ച് കളഞ്ഞോ? വീടുണ്ടെങ്കിൽ അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനം പോയാൽ വീടില്ല, ഇളകിപ്പോകും. അതുകൊണ്ടായിരുന്നു ഹല്ലേലൂയ അടിസ്ഥാനമില്ലാത്തടത്ത് ദൈവശക്തി വെളിപ്പെടത്തില്ല. ഭൂതങ്ങൾ അവിടെ വന്നാൽ ഭൂതാത്മാവ് അതുപോലെ തന്നെ വിരിച്ചു പോകും, ബന്ധനമുള്ളവർ വന്നാൽ അതുപോലെ തന്നെ വിരിച്ചു പോകും. എല്ലാം നടക്കുന്നത് അടിസ്ഥാനം ഇളക്കിക്കളഞ്ഞു. എന്നാൽ ദൈവം പണിത അടിസ്ഥാനത്തെ ഇളക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്നും ദൈവം അടിസ്ഥാനം തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. അത് ലിറ്ററല്ല, സ്പിരിച്വലാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇന്നെല്ലാം കല്ലുകളാന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, റൂഫിന്റെ പണി എന്നാണ്. പിന്നെ മൂലക്കല്ല് പോയോ? മൂലക്കല്ലിന് അവിടെ ഇല്ലയോ? അപ്പോസ്തലൻ പ്രവാചകൻ അടിസ്ഥാനം മൂലക്കൽ മേളിലല്ലയോ? അപ്പൊ അത് പോയെങ്കിൽ മൂലക്കല്ല് പോയില്ലയോ? എന്തൊരു ജ്ഞാനമാണെന്നോ നോക്കൂ. സ്പിരിച്വലായി പഠിക്കേണ്ടത് സ്പിരിച്വലായി തന്നെ പഠിക്കൂ. ആത്മീയമായി മനസ്സിലാക്കേണ്ടത് ആത്മീയമായി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വായിക്കാം.
ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവിടെ നമ്മൾ നോക്കൂ, യുക്തമായി ചേരണം. യുക്തമായി ചേരണം. യുക്തി കൊണ്ട് ചേരണമെന്നല്ല. ഇന്ന് അനേകർ യുക്തി എടുക്കും ചേരാനാണ്. യുക്തി അതല്ല, യുക്തമായിട്ട് ചേരണം. അടുത്തത്, അതൊരു വിശുദ്ധ മന്ദിരമാണ്. 2, ദൈവത്തിന്റെ നിവാസമാണ്. 3, ആത്മാവിനുള്ള പണിയാണ്. 5, ഒന്നിച്ചുള്ള പണിയാണ്. ഒന്ന് വായിച്ചാലോ ഒന്നുകൂടെ. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ദൈവത്തിന്റെ നിവാസമാണ്. അടുത്തത്, ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ആത്മാവിനാലുള്ള പണിയാണ്, ഒന്നിച്ചുള്ള പണിയാണ്, വിശുദ്ധ മന്ദിരമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, വിശുദ്ധ മന്ദിരം. അടുത്തത്, അത് ദൈവത്തിന്റെ നിവാസമാണ്. അതാണ് നമ്മൾ വെളിപ്പാട് 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നത്. നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന ഒരുവനെ കാണാം. വായിച്ചാട്ടെ, വെളിപ്പാട് 1:13. 7 നിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായും ദൈവത്തിനോട് സദൃശനായവനെയും കണ്ടു. കാരണം ഇത് വിശുദ്ധ മന്ദിരമാണ്. 2, ഇത് ദൈവത്തിന്റെ നിവാസമാണ്. പഴയനിയമത്തിൽ വായിക്കുമ്പോൾ, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവൻ എനിക്കൊരു കൂടാരം ഉണ്ടാക്കും. പുതിയ നിയമത്തിൽ സഭയുടെ നടുവിൽ യേശുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവിടെ ഉണ്ട്. അവിടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും യേശു വരത്തില്ല. യേശുവിന്റെ സാന്നിധ്യം ഇടാൻ പറ്റാത്തടത്ത് യേശു വരത്തില്ല. 2-3 പേര് ഒരുമിച്ച് കള്ളുഷാപ്പിൽ കൂടിയാൽ അവിടെ യേശു വരുമോ? ഇല്ല. അല്ല എൻ്റെ അർത്ഥം. സത്യമായ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷമായ ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിയാൽ അതിന്റെ നടുവിൽ യേശു. എവിടാണ് കാണുന്നതെന്ന് അറിയാമോ? നിലവിളക്കിന്റെ നടുവില. എല്ലായിടത്തും ഇല്ല. നിലവിളക്കുള്ളിടത്ത്, കത്തുന്നിടത്ത്, പരിശുദ്ധാത്മാവിന്റെ തീ കത്തുന്നിടത്ത് യേശു ഉണ്ട്. അല്ലാത്തടത്ത് ഇല്ലവേ ഇല്ല. എല്ലാരെയും കണ്ടിട്ട് സന്തോഷിച്ച് സഹായം കഴിഞ്ഞ് തിരിച്ചു പോകാം. പക്ഷെ യേശുവിനെ മാത്രം കാണണമെങ്കിൽ വ്യത്യസ്തമാണ്. അത് വിശുദ്ധ മന്ദിരമാണ്, ദൈവത്തിന്റെ നിവാസമാണ്. യേശു കടന്നു വരുന്നത് അവൻ നമ്മളെ ടച്ച് ചെയ്യുവാൻ, ആത്മാവിലാലുള്ള പണി. ഫിലിപ്പിയർ 2:1-2. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, അടുത്തത് വല്ല ആർദ്രതയും മനസ്സലവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി. ആ ഏക മനസ്സില്ലാത്തടത്ത് ആത്മാവിന്റെ കൂട്ടായ്മ ഇല്ലെന്ന്. സഭയ്ക്കകത്ത് കടുപിടിയും, സഭയ്ക്കകത്ത് നേതൃസ്ഥാനത്തുള്ള വഴക്കും, ഇന്ന് നീ പാടണം, അടുത്ത ആഴ്ച ഞാൻ പാടും, ഇന്ന് നീ തമ്പര് കൊട്ടണം, അടുത്ത ആഴ്ച ഞാൻ കൊട്ടും, എൻ്റെ പിള്ളേർ കൊട്ടും. ഇതല്ല ശരി. ആ ഒരു നേച്ചറിനെ കുഴിച്ചിടണം. എല്ലാ സഭകളിൽ പ്രശ്നം അത് പൈശാചിത്വമാണ്. സിസ്റ്റർ ഒന്നുകൂടെ വായിച്ചാൽ പ്ലീസ്. ക്രിസ്തുവിന്റെ വല്ല പ്രബോധനം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ ആശ്വാസവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ ആശ്വാസം, കടിപിടി അല്ല, ഗ്രൂപ്പിസം അല്ല,
അടുത്തത് ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ആരുമായിട്ടാ? വലിയ ജനസമൂഹം എന്നുള്ളതല്ല. ജനസമൂഹം ഉണ്ടേലും ഇല്ലേലും പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മ ഇല്ലെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ ദൈവത്തിന് വേണ്ട. പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മ. അടുത്തത് വല്ല ആർദ്രതയും മനസ്സലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി. അപ്പോൾ അവിടെ ദൈവത്തിന്റെ കൂട്ടായ്മ നടക്കണ എന്തായിരിക്കണം? ഏക മനസ്സ്. എന്തിനാ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഒന്നിൽ പറയുന്നുണ്ട്, 10 ദിവസം അവർ കാത്തിരുന്നു. 9 ദിവസം കാത്തിരുന്നു. 10-ാമത്തെ ദിവസമാണല്ലോ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങിയത്. അതിനെക്കുറിച്ച് വേദഗ്രന്ഥന്മാർ അവർ ഐക്യതയ്ക്ക് ഞങ്ങളിൽ ആരാ വലിയവൻ നേരത്തെ ഒരു പ്രശ്നമുണ്ടായി. ആരാ വലിയവൻ? മൂപ്പ് സ്ഥാനത്ത് ഞാനാണ്. യേശുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ഞാനാണ്. ഹല്ലേലൂയ. ലൂക്കോസ് പറയും ഞാനാണ് ഇന്നത്തെ കാശുകാരൻ എന്ന് വേണ്ട. പക്ഷെ ഇവർക്കെല്ലാം കൂടെ ഒരു ഐക്യത വേണമായിരുന്നു. ഏതായാലും 9 ദിവസം ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഐക്യത ഉണ്ടായി. 10-ാമത്തെ ദിവസം ആത്മാവിനെ അറിയിച്ചു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണെങ്കിൽ ഐക്യത ഉണ്ടാകണം. സഭയാണെങ്കിൽ പരിശുദ്ധാത്മാവാം വിളക്ക് കത്തണം. വിളക്ക് കത്താത്തടത്ത് യേശുവിന്റെ സാന്നിധ്യമില്ല. അതാണ് തീയുടെ ആരാധന. ഹല്ലേലൂയ. എഫേസ്യർ 5:18-21 വരെ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു. നമുക്കത് നിർത്തി ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കോരിന്തിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്ന് പറയുന്നത്? അവിടെ എല്ലാവരും വീഞ്ഞു കുടിക്കുന്നവരാടുന്നു? അല്ല. വീഞ്ഞു കുടിച്ചാൽ നാശത്തിലേക്ക് പോകുന്നതിന് തിരുവചനം പറയുന്നത്. ഫെർമെന്റേഷൻ ഉള്ള അതുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് പറഞ്ഞ ആ വേദഭാഗം പിന്നീട് പഠിക്കണം. വീഞ്ഞു കുടിക്കണ കാര്യത്തെക്കുറിച്ച് അവിടെ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിപ്പാൻ ഇടയായിത്തീര്. ദൈവം സഹായിച്ച് എനിക്കത് പഠിക്കുവാൻ ഞാൻ മെനക്കെട്ട് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് ഞാൻ പറയാം. എന്നാൽ ഇവിടെ നമ്മൾ വരുമ്പോൾ മത്തരാകരുത്, അതിനാൽ എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ അടുത്തത് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കും. അപ്പൊ ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറയുമ്പോൾ വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതിനോട് കമ്പയർ ചെയ്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്തുകൊണ്ട്? കൊരിന്ത് സഭക്കാരെല്ലാം വീഞ്ഞു കുടിച്ച് മത്തരായി നടക്കുന്നവരായിരുന്നു? അല്ല. അവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു, അവർ സ്നാനപ്പെട്ടവരായിരുന്നു, അവർ അഭിഷേകം പ്രാപിച്ചവരായിരുന്നു. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ. അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ കാഴ്ചക്കാർ പറഞ്ഞ പോലെ ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നു. കാരണം കാഴ്ചപ്പാടിൽ. അതുകൊണ്ടാണ് പൗത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുന്നത്, ദൈവം തമ്പുരാൻ പകർന്നു തന്നത് നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ്. ഇതാണോ ആത്മാവ്? ഇങ്ങനെ വീഞ്ഞ് മത്തരാകുന്ന പോലെ തുള്ളിച്ചാടുന്നതാണോ ആത്മാവ് എന്ന് ചോദിക്കുന്നവരോട് പത്രോസ് പറയുന്നത്, ഇതാ യേശു തമ്പുരാൻ പകർന്നു തന്നത്. അതുകൊണ്ട് പൗലോസ് സഭയോട് പറയുകയാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അവർ വീഞ്ഞു കുടിക്കുമായിരുന്നു, മത്തരായി നടക്കുമെന്നും അല്ല പറഞ്ഞത്. പിന്നെന്താണ്? ആ ഒരു അനുഭവത്തിൽ നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി നിങ്ങളായി നിങ്ങൾ ദൈവത്തെ
ഹല്ലേലൂയ, നിങ്ങളെ തന്നെ മറന്ന്, പരിസരം മറന്ന് നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി വീഞ്ഞു കുടിക്കുമ്പോൾ അത് നിന്റെ നെർവ് സിസ്റ്റത്തിലും നിന്റെ തലയ്ക്കും എങ്ങനെ പിടിക്കുന്നുവോ അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ തലയ്ക്ക് പിടിക്കും, നിന്റെ ശരീരത്തിൽ പിടിക്കുമ്പോൾ വീഞ്ഞു കുടിച്ചാൽ ഹല്ലേലൂയ, നീ നേരെയല്ലാത്ത രീതിയിൽ സംസാരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ തലയ്ക്ക് പിടിച്ചാൽ നീ സ്വർഗത്തെ സ്തുതിക്കും, ആരാധിക്കും. അവിടെ അത്ഭുതങ്ങൾ നടക്കും, ദൈവ പ്രവൃത്തി നടക്കും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. അപ്പോൾ അവിടെ സ്തുതിയുണ്ട്, ആത്മീയ ഗീതങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇത് തമ്മിൽ സംസാരിക്കും. ഇതാണ് സഭ. ഹോളി സ്പിരിറ്റിൽ അന്യോന്യം സംസാരിക്കും. ചിലർ ചോദിക്കും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് കേൾക്കത്തില്ലയോ? ഈ ജ്ഞാനം ദൈവത്തിനോട് പണ്ടോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു. നിന്റെ ആ വലിയ ജ്ഞാനം ദൈവത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന് ഇഷ്ടം ദൈവം കൊടുക്കുന്ന ലാംഗ്വേജിൽ ദൈവത്തോട് സംസാരിക്കുന്നതാണ് എന്നതിന്റെ അർത്ഥം. അവിടെ നിന്റെ ബുദ്ധി ആവശ്യമില്ല. അവിടെ നിന്റെ കഴിവുകെട്ടതായ ജ്ഞാനം അവിടെ ആവശ്യമില്ല. ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വപ്പെടുത്തണം. ദൈവത്തെ ദൈവമെന്നോർത്ത് പദവി കൊടുക്കണം. ദൈവത്തെ ദൈവമെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കണം. അവിടാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്, ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. അവർ തമ്മിൽ സംസാരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ഹൃദയത്തിനകത്തുനിന്ന് കുടത്തിനകത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെ ഒഴിക്കുമ്പോൾ അതിനകത്ത് പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആത്മീയ ഗീതങ്ങളാണ്, ആത്മീയമായ സ്തുതികളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ഭക്തനായൊരു മനുഷ്യൻ, അയാൾ അധികം അന്യഭാഷ 2-3 ഭാഷ മാത്രമേ പറയത്തുള്ളൂ. ആ മനുഷ്യനെ അങ്ങനെ കളിയാക്കിയത്. എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ പോയി. അദ്ദേഹം പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തെ എയർപോർട്ടിൽ സ്വീകരിച്ചത് പുള്ളി പറയുന്ന അന്യഭാഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞിട്ട്, ഞാൻ വരുന്നതിന് മുമ്പ് പിള്ളേരെന്നെ കളിയാക്കിയത് അന്യഭാഷ ഇവിടെ ആരാ പറഞ്ഞത്? കാരണം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താ എന്നോട് പറയാൻ കാര്യം? അവർ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ പ്രൈസ് ദി ലോർഡ് എന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ് എന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന് മനസ്സിലാകത്തില്ലെങ്കിലും എൻ്റെ ദൈവം കൊടുത്ത ലാംഗ്വേജ് ദൈവത്തോട് സംസാരിക്കുന്ന ദൈവത്തിന് ഇഷ്ടം. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോട് അല്ല, പിന്നെ അതാ ദൈവത്തോട് സംസാരിക്കാൻ ദൈവം കൊടുത്തത്, ദൈവം ഡിമാൻഡ് ചെയ്യുന്നതാ. പ്രൈസ് ദി ലോർഡ്. നിനക്കത് മോശമായെങ്കിൽ നീ പറയണ്ട. മലയാളത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് മനസ്സിലാകത്തില്ലയോ എന്ന് ദൈവത്തോടൊക്കെ ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവിക ജ്ഞാനമാണ് നമ്മുടെ തലയ്ക്കകത്ത് കയറേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ സങ്കീർത്തനങ്ങളാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കും. ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടുന്ന, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് ഹോളി സ്പിരിറ്റിന്റെ പവറിൽ നിറഞ്ഞ് ഹൃദയത്തിനകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ അത് വായിൽ കൂടി പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞൊരു കാര്യം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാനിലെ
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വായിച്ചാട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ, തിരുവെഴുത്ത് പറഞ്ഞ കാര്യമായത്. നിങ്ങൾ ഒരുമിച്ചും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവിടെ അത് ദൈവത്തിന്റെ നിവാസമാണ്. യേശുതമ്പുരാൻ അവിടെ ഉണ്ട്. യേശുതമ്പുരാൻ നടുവിലുണ്ടായിരുന്നപ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം എന്ന ഭാഷയിൽ, അന്യഭാഷകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തുതിയും സ്തോത്രവും കരേറ്റും. അതെങ്ങനെ നിന്നു? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് വായിൽ കൂടി പുറത്തു വരും. അതല്ലേ നമ്മൾ വായിച്ചത്? ആ ഭാഗം ഒന്നുകൂടെ വായിക്കാമോ? ആത്മാവ് നിറഞ്ഞവർ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിട്ട് നിങ്ങൾ വായിൽ കൂടി വരും, നിങ്ങൾ കർത്താവിന് പാടും. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് അന്യഭാഷയിൽ പാടും, ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിൽ പാടും, അത് വായിക്കകത്തൂടി ഒഴുകും. ആരാധനയാണ് ദൈവരാജ്യത്തിന്റെ ആരാധന. ആരാധനയാണ് ദൈവരാജ്യത്തിൽ ഉള്ളത്. അതാണ് ദൈവമക്കൾക്ക് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ 2:13-18 എന്ന് ഓടിച്ചു വായിക്കാം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ ഇടിച്ചു കളഞ്ഞതു. നമ്മൾ ഒന്നിച്ചുള്ള പണി. എഫേസ്യ ലേഖനത്തിൽ സഭ പണിയുമ്പോൾ ഒന്നിച്ചുള്ള പണി, അതിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ് അപ്പോസ്തലർ 10-ാം അധ്യായത്തിൽ ഹല്ലേലൂയ പത്രോസിന് കൊടുത്തത്. ഒന്നിച്ചുള്ള പണി. ആ പണിയെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമാക്കി പരിശുദ്ധാത്മാവ് പറയുന്നു. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ന്യായപ്രമാണം എന്ന ശത്രുത എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. അവന്റെ ദേഹത്ത് വന്ന തിരശീല ചിന്തിപ്പോൾ ന്യായപ്രമാണത്തെ വെട്ടിമാറ്റി ജാതിക്കും യഹൂദനും ഒരുപോലെ. അതിനെക്കുറിച്ചാണ് പറയുന്നത്, ഒന്നിച്ചു പണിയുന്നു. ജാതിയെന്നോ, ഏത് ജാതിപ്പെട്ടവനാണെന്നോ, നീ ഏത് വംശത്തിൽപ്പെട്ടവനാണെന്നോ, നീ പണക്കാരനാണോ, നീ പണ്ഡിതനാണോ, നീ പാവപ്പെട്ടവനാണോ, നീ ഒന്നുമില്ലാത്തവനാണോ, ഇതല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് മനുഷ്യന്റെ ഹൃദയമാണ്. അത് വലിയ ആളിന്റെയും ചെറിയ ആളിന്റെയും ഹൃദയം ദൈവത്തിന് മുമ്പിൽ ഒരുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഇവിടെ നടക്കേണ്ട പ്രാർത്ഥന എന്താണ്? എഫേസ്യർ 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ആ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമെന്ന്. അതാ ഹൃദയം നിറഞ്ഞ് എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിനകത്ത് നിറഞ്ഞിട്ട് ഇത് വായിൽ കൂടി പുറത്തു വരും. അത് പഴയ കാലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ താമ്ര തൊട്ടിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സ്ഥലത്ത് 3000 ബത്ത് വെള്ളമെന്നും മറ്റു സ്ഥലത്ത് 2000 ബത്ത് വെള്ളം നിങ്ങൾ കാണുന്നു. 1000 ബത്ത് വെള്ളം ഈ കാളകളുടെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇതിന്റെ അകത്തൂടി പുറത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ആ വാക്യം ഒന്ന് വായിച്ചേട്ടെ. ഒരു വാക്യം വായിച്ചേട്ടെ സിസ്റ്റർ. 2:11 എഫേസ്യർ 2:13 മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അടുത്ത
അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുവശത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണ ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചവർ ഇടിച്ചു കളഞ്ഞിട്ട് സമാധാനം ജാതികൾക്കും യഹൂദനും എല്ലാവർക്കും ഒരുപോലെ ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനുള്ള സഭയുടെ പണി ദൈവം ചെയ്തെടുക്കുന്നു. ഇനി പ്രാർത്ഥന. നിങ്ങൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏത് നേരത്തും. ഹല്ലേലൂയ. മനുഷ്യന് മനസ്സിലാകത്തില്ലെന്ന് കണ്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കൾക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, ദൈവം കൊടുത്ത ജ്ഞാനമുള്ളത് കൊണ്ടാണ് അവർ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. ന്യായപ്രമാണ കാലങ്ങളുള്ള പ്രാർത്ഥനയല്ല, ഇതുവരെ നടന്നിട്ടുള്ള പ്രാർത്ഥനയല്ല. ദൈവരാജ്യത്തിനകത്തെ എല്ലാ ശുശ്രൂഷകളും, ദൈവരാജ്യത്തിനകത്ത് നടക്കുന്ന ശക്തിയുടെ പ്രദർശനങ്ങളും, ദൈവരാജ്യത്തിൽ നടക്കുന്ന ശുശ്രൂഷയിൽ യേശുവിനെ നാം മഹത്വപ്പെടുത്താൻ യേശു അത്ഭുതങ്ങൾ ചെയ്തു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരാരാധന ഉണ്ടെങ്കിൽ ആരാധനയാണ് ദൈവരാജ്യത്തിൻ്റെ ആരാധന, പരിശുദ്ധാത്മാവിൻ്റെ ആരാധന. റോമർ 14:17 വായിച്ചു നിർത്താം. റോമർ 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഈ പറഞ്ഞ പ്രകാരമുള്ള പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുന്ന ആ സന്തോഷം അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മ എവിടെ ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മയാണ്. ദേവാലയത്തിന്റെ സുന്ദരത്വം നോക്കിയോ, ജനത്തിന്റെ വലിപ്പം നോക്കിയോ, എണ്ണം നോക്കിയോ, ഹാലിൽ പ്രസംഗിക്കുന്ന പാലിന്റെ ഡോക്ടറേറ്റ് നോക്കിയോ, പാട്ടുകാരുടെ കഴിവ് നോക്കിയോ അല്ല, പരിശുദ്ധാത്മാവിന് സാന്നിധ്യം ഇറങ്ങി ഉള്ളിൽ നിറഞ്ഞ് വായിൽ കൂടി പുറത്തു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതേ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതാണ് ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും.